अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഗുരവേ സർവലോകാനാം വിഷയേ ഭവരോഗിണാം നിധിയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജം ഭൂവലസരഭക്ഷിതമുമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരതവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവൃതണ്ഡമണ്ഡിതകരായ ശ്വേതപത്മാസനായ ബ്രഹ്മച്യുതശങ്കരപ്രഭൃതിവൃദേവൈ സദാ പൂജിതാം സാമാം പാതു സരസ്വതി ഭഗവതി ശേഷജാഡ്യാവഹ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ആദൗ പാണ്ഡവർദാർത്തരാഷ്ട്രജനനം ലക്ഷാഗൃഹേദാഹനം ദ്യൂതം ശ്രീഹരണം മനോവിഹരണം മത്സ്യാലയേ വർത്തനം ലീലാഗോഗ്രഹണം രണേവിബഹരണം സന്ധ്യാക്രിയാചൃംബണം പശ്ചാത് ഭീഷ്മസുയോധനാദിനദിനം ഏതൻ മഹാഭാരതം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. മഹാഭാരതത്തിലെ ആസ്തികോദ്ഭവം എന്നുള്ള ഭാഗമാണ് ഇന്നിവിടെ വിവരിക്കേണ്ടതിപ്പോൾ. നമ്മുടെ ആസ്തികൻ ജരത്കാരു എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു പണ്ട്. പണ്ടത്തെ മഹർഷിമാരൊക്കെ ഇന്നത്തെ പോലെ സന്യാസിമാരെ പോലെ ആയിരുന്നില്ല. വിവാഹം കഴിക്കുന്നവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരും ഒക്കെ ആയിരുന്നു. അങ്ങനെയും സന്യാസത്തിലുണ്ടായിരുന്നു. ജരത്കാരു അദ്ദേഹത്തിന് വിവാഹിതനായിരുന്നില്ല. വളരെ കാലം അവിവാഹിതനായിട്ട് തന്നെ സന്യാസിയായിട്ട് തന്നെ നടന്നു. പക്ഷെ ഒടുവിലാണ് അദ്ദേഹത്തിന് സന്താനങ്ങളില്ലെങ്കിൽ എൻ്റെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത വന്നത്. നമ്മുടെ ഇതിലും കാണാം, ഭഗീരഥൻ പിതൃക്കൾക്ക് വേണ്ടി ഗംഗയെ കൊണ്ടുവന്ന കഥ അങ്ങനെയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ പക്ഷേ ഇദ്ദേഹത്തിന് കാര്യം ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. തൻ്റെ പേരുള്ള ഒരു സ്ത്രീയെ മാത്രമേ, കുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ളത്. ജരത്കാരു എന്ന സ്ത്രീക്കും ഇദ്ദേഹത്തിൻ്റെ സ്ത്രീക്കും ആ പേര് തന്നെ വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ നടന്ന ഇത് കാലം കഴിഞ്ഞു പോകുമ്പോഴാണ് വാസുകി ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതും. സർപ്പശ്രേഷ്ഠനായ വാസുകി ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതും. തൻ്റെ സോദരിയുടെ പേര് ജരത്കാരുവാണ്. സോദരിയെ ഇദ്ദേഹത്തിന് നൽകി വിവാഹം ചെയ്തു കൊടുത്ത് അവരങ്ങനെ കുടുംബജീവിതം ആരംഭിച്ചു. പക്ഷേ വളരെ കാലം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കടന്നുറങ്ങുകയാണ് സമയത്തിന് ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ധ്യാസമയം അടുക്കാറായി. നിദ്രയ്ക്ക് ഭംഗം വരും എന്നുള്ളതുകൊണ്ട് കുറേ സമയം ഉണർത്തിയില്ല. പക്ഷേ ഒടുവിൽ സന്ധ്യാവന്ദനം ചെയ്യണമല്ലോ മഹർഷിമാർ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തപശക്തിയൊക്കെ കുറയും. അതുകൊണ്ട് ഭാര്യ ഉണർത്തിച്ചു. അങ്ങ് സന്ധ്യാവന്ദനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉണർത്തിച്ചത്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഭാര്യയെ ശപിച്ചു, ഉപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം തന്നെ അവസാനം ഇവളുടെ ദീനവിലാപം കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ആരുമില്ല എന്നൊക്കെ വിഷമം പറഞ്ഞിട്ട്
പറഞ്ഞു കൊടുത്തു, ഇനി നിനക്ക് നല്ലൊരു മകനുണ്ടാകും, ആ മകൻ നിൻ്റെ വംശത്തെ രക്ഷിക്കും എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ കാലം കഴിയുമ്പോൾ ഇവളെ പ്രസവിച്ചു. ആ മകനെ ആസ്തികൻ എന്ന പേരിട്ടു. ആസ്തികൻ സർവവംശത്തിൽ വാസുകിയുടെ സഹോദരിയുടെ പുത്രൻ, നാഗങ്ങളുടെ സഹോദരിയുടെ പുത്രനാണ്, ആയിട്ടാണ് വളർന്നത്. പക്ഷേ ധർമ്മിഷ്ഠനായിരുന്നു, വളരെ അറിവും ഉള്ള പണ്ഡിതനായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ജനമേജയ രാജാവ് സർപ്പസത്രം നടത്താൻ പോകുന്നത്. സർപ്പങ്ങളെ അഗ്നിയിൽ വീഴണമെന്നുള്ളൊരു ശാപം സർപ്പങ്ങളുടെ മാതാവായ കദ്രു സർപ്പങ്ങളെ ശപിച്ചിരുന്നു. എന്തായിരുന്നു കാരണം? നേരത്തെ കഥകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുൻകഥകളിൽ പറഞ്ഞിട്ടുണ്ട്. വിനിതയും കദ്രുവും കശ്യപൻ്റെ ഭാര്യമാരായിരുന്നു. വിനിത വളരെ ധർമ്മിഷ്ഠയായിരുന്നു. വിനിതയ്ക്ക് ഗരുഡനും അരുണൻ എന്നുള്ള 2 മക്കളുണ്ടായി. പക്ഷേ കദ്രുവിന് 1000 നാഗങ്ങളാണ് ഉണ്ടായത്. അതിൽ വിനിതയെ ദാസിയാക്കാൻ വേണ്ടി ഒരു ചതിപ്രവൃത്തിയാണ് അവിടെ ചെയ്തത്. ഉച്ചൈസ്രവസ് എന്ന കുതിരയുടെ വാലിൻ്റെ നിറം കറുപ്പാണ് എന്ന് പറഞ്ഞ് പന്തയം വെച്ചു. പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് വെള്ള നിറമാണ് എന്ന് കദ്രുവിനും വിനിതക്കും അറിയാമായിരുന്നു. പക്ഷെ വിനിത വെള്ളയാന്ന് പറഞ്ഞ് തർക്കിച്ചു. എന്നിട്ട് അതിനെ തോൽപ്പിക്കാൻ വേണ്ടി തൻ്റെ മക്കളായ നാഗങ്ങളോട് ആ വാലിന്മേൽ ചുറ്റി കിടന്ന് കറുപ്പ് നിറം തോന്നിപ്പിക്കാൻ പറഞ്ഞു. കുതിരയുടെയൊക്കെ വാലിന്മേൽ പറ്റി കിടന്നിട്ട് അതനുസരിക്കാത്ത, ഈ അധർമ്മപ്രവൃത്തി കൂട്ടുനിൽക്കാത്ത നാഗങ്ങളെ അമ്മയായ കദ്രു ശപിച്ചു. നിങ്ങൾ തീയിൽ പതിക്കട്ടെ എന്ന് ശപിച്ചു. ഈ ശാപം ഫലിക്കുകയും വേണമല്ലോ. അതിന് ഉപോത്ബലകമായ മറ്റൊരു കഥയും കൂടിയുണ്ട്. പരീക്ഷിത്ത് രാജാവ് ശാപം കിട്ടി, തക്ഷകൻ്റെ ശാപം കിട്ടി മരിക്കാൻ പോകുമ്പോൾ തക്ഷകൻ്റെ പിതാവായ കശ്യപൻ അവർ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് തീർത്ഥവുമായിട്ട്. അങ്ങനെ പോകുന്നതറിഞ്ഞ് തക്ഷകൻ പിതാവിനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? അന്നേരം പറഞ്ഞു, ഞാനിങ്ങനെ തക്ഷകൻ കടിക്കാൻ പോകുന്നുണ്ട്, അതിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അവർ തമ്മിൽ പരീക്ഷിച്ചു. തക്ഷകൻ ഉടനെ ഒരു നാഗത്തിൻ്റെ രൂപത്തിലായിരുന്നില്ല, രൂപം മാറി പാമ്പിൻ്റെ രൂപം വന്ന് ഒരു മരത്തിനെ കൊത്തി, ആ മരത്തിനെ പെട്ടെന്ന് തീർത്ഥം മന്ത്രം ജപിച്ച് തെളിച്ച് പൂർവ്വസ്ഥിതിയിൽ കശ്യപൻ ആക്കി. പക്ഷെ അവിടെ എന്താണ് നിങ്ങൾക്ക് കിട്ടുക, അവിടെ പോയാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് പണം കിട്ടും, പിന്നെ പുണ്യപ്രവൃത്തിയായതുകൊണ്ട് പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞു. ധാരാളം പണം കൊടുത്ത് മടക്കി അയച്ചു. അന്നേരം അവർ പറയുന്നുണ്ടായിരുന്നു, സർപ്പങ്ങൾ വീഴണമെന്നുള്ള ചിന്ത കശ്യപനും വന്നു. കദ്രുവിൻ്റെ ശാപം ഫലിക്കണമെങ്കിൽ അവിടെ സർപ്പസത്രം നടക്കണം, പരീക്ഷത്ത് മരിക്കണം, എന്നാലേ സർപ്പസത്രം നടക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പിൻവാങ്ങുകയും ചെയ്തു. അങ്ങനെ പിൽക്കാലത്ത് ജനമേജയൻ രാജാവായി. ജനമേജയൻ പരീക്ഷത്തിൻ്റെ മരണശേഷം ജനമേജയൻ രാജാവായി. അവിടെ ഉദ്ദംഗ മഹർഷി നേരത്തെ പറഞ്ഞു, ഉദ്ദംഗനാണ് പോയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഉദ്ദംഗനും തക്ഷകനോട് ദേഷ്യമുണ്ടായിരുന്നു. നിങ്ങൾ സർപ്പസത്രം കഴിക്കണം, സർപ്പയാഗം കഴിച്ചിട്ട് അവർ സർപ്പങ്ങളെ അതിലേക്ക് അഗ്നിയിലേക്ക് വീഴ്ത്തണം എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് നടത്തിയാണ്. ഈ സർപ്പസത്രം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തക്ഷകനെ നാഗങ്ങളെയൊക്കെ മഹർഷിമാർ ഈ സത്രത്തിലെ പുരോഹിതന്മാരെ ആവാഹിച്ച് കൊണ്ടുവന്ന് ഓരോന്നോരോന്നായി വിളിച്ച് ഇതിലേക്ക് വീഴ്ത്തുകയാണ്, അഗ്നിയിലേക്ക്. അവസാനം വീഴുന്ന തക്ഷകനെ ആവാഹിച്ച് തക്ഷകനെ വിളിക്കാൻ നോക്കി, വിളിക്കുമ്പോൾ വരുന്നില്ല, ഇന്ദ്രൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം ഉദ്ദംഗം പറഞ്ഞ് അവരെ തക്ഷകനെയും ഇന്ദ്രനെയും ഒരുമിച്ച് ഇങ്ങോട്ട് ആവാഹിക്കുന്നു. അപ്പോൾ രക്ഷയില്ല എന്നുകൊണ്ട് ദേവേന്ദ്രൻ തക്ഷകനെ വിട്ടു. അപ്പോൾ ബാക്കിയുള്ള ദേവന്മാരൊക്കെ കൂടി ഇത് അവർക്കറിയാലോ, ആസ്തികനെ ശരണം പ്രാപിച്ചു, പറഞ്ഞു രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആസ്തികൻ അവിടെ പോയി സർപ്പസത്ര വേദിയിൽ പോയിട്ട് ഇവരോടൊക്കെ രാജാവിനോടും ജനമേജയൻ രാജാവിനോടും ഒക്കെ അദ്ദേഹത്തിന് ധർമ്മപ്രവൃത്തിയൊക്കെ ഓർമ്മിപ്പിച്ചു. നിങ്ങളെ അർജുനൻ്റെ മകൻ്റെ മകനാണ്, ശ്രീകൃഷ്ണൻ അനന്തരുടെ മകൻ, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മകൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ധാരാളം ഇതൊക്കെ ധർമ്മപ്രവൃത്തികൾ, ധാർമ്മിക ചര്യകളൊക്കെ പറഞ്ഞു ഉപദേശിച്ചു. സർപ്പസത്രം മുടക്കി. അതാണ് ആസ്തികൻ ചെയ്ത നല്ലൊരു കാര്യം. അങ്ങനെ തൻ്റെ വംശത്തെ രക്ഷിച്ചു. സർപ്പങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്നതിൽ നിന്ന് ഇവരെ രക്ഷിക്കുകയാണ് ചെയ്തത്. അത് നമ്മൾക്ക് മുൻകഥകളിലും ഇനി വരാൻ പോകുന്ന ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾക്ക് മഹാഭാരതത്തിൽ കേൾക്കാവുന്നതാണ്. ഇത് ആസ്തികം എന്ന ഭാഗത്തു നിന്ന് ഉള്ളതാണ്. ആസ്തികൻ്റെ കഥ ഇത്രയുമാണ് ഉള്ളത്. മഹാഭാരത കഥ കേൾക്കുന്ന മുഴുവൻ നമ്മൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.